കിട്ടിയിട്ടുണ്ടേ. നമുക്ക് ഇത് വെച്ച് നല്ല അടിപൊളി കൊടമ്പുളി ഇട്ടൊരു മീൻ കറി ഉണ്ടാക്കിയാലോ? ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി കൊത്തി കൊത്തി എരിയുന്നുണ്ട്. ഉണങ്ങിയ കറിവേപ്പില ഉണ്ടായതുകൊണ്ട് അതും കുറച്ചെടുത്തു. ഇനി നമ്മുടെ സ്വന്തം ചട്ടി, മീൻകറിക്ക് മെയിനായിട്ട് വേണ്ടത് ചട്ടിയിൽ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഉലുവ പൊട്ടിക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 2-3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മീൻകറി കുറച്ചങ്ങ് കളറായിക്കോട്ടെ. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കുടംപുളിയും ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് പുളി ഇറങ്ങിയോന്ന് ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സുതമീൻ ആയതുകൊണ്ട് നല്ല വേവുണ്ട്. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞിരിക്കണം. അതാണ് മീൻ കറിയുടെ കറക്റ്റ് പാകം കേട്ടോ. ഇച്ചിരി അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയല്ല, കിട്ടില്ലനായിരുന്നു. പുളിയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊരു മനോഹാരിത. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. കുടംപുളിയിട്ട മീൻകറി ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ വെക്കാന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ എന്താ പരിപാടി? കുറച്ച് ചോറങ്ങ് തിന്നാലേ. ഇച്ചിരി ചോറ്, ആ മീൻകറിയും പിന്നെ മീൻ വറുത്തതും പച്ചക്കായ ഉപ്പേരി എല്ലാം കൂട്ടി കുഴച്ചിട്ട് ഒരു ഉരുളങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ, വേറെ എന്തെങ്കിലും വേണോ അല്ലേ? പിന്നെ ഈ കുടംപുളിയുടെ മീൻകറി വേറൊരു തരത്തിൽ വെക്കുന്നത് എനിക്കറിയാം. അത് എൻ്റെ അമ്മച്ചിയുടെ റെസിപ്പിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു ദിവസം ഇടാം കേട്ടോ. കുറച്ച് സൂതമീനും കൂടി കിട്ടട്ടെ. അപ്പം ബൈ.